എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഈ ഫാൻ ഒന്ന് ഓഫ് ചെയ്തോട്ടെ, അപ്പോൾ ഇതിൻ്റെ എരപ്പൊന്ന് മാറും. അപ്പോൾ രണ്ട് വിശിഷ്ടാതിഥികൾ ഇപ്പോൾ കടയിൽ വന്നപ്പോൾ അവർ വളരെ പ്രൊട്ടക്ഷനുള്ള ആൾക്കാരാണ്, വളരെ കഴിവുള്ള ആൾക്കാരാണ്. അവരുടെ കഴിവ് അവർ ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് അവരെ ഒന്ന് കഴിവ് ഉപയോഗിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ശ്രമിക്കുകയാണ്. അല്ല, നിങ്ങൾ ഇന്നലെ രാത്രി നിങ്ങൾ ഇവിടെ വന്നായിരുന്നല്ലേ? ഇന്നലെ രാത്രി ഇവിടെ വന്നു. 11:15 കഴിഞ്ഞു. വല്ല കള്ളന്മാരാന്ന് ഓർത്ത് ആരും പിടിക്കാൻ. വീട് നിരന്തരമായ കുഴപ്പങ്ങൾ കാരണം, കംപ്ലൈൻറ്റ് കാരണം പണി പകുതി വഴി ഇട്ടുപോയ സെറ്റാണ്. അതിൻ്റെ ബാക്കി പണിയിലേക്ക് നമ്മൾ കയറുവാണ്. പണികളാണ്. ടി വി, സൗണ്ട് ബാർ, സബ് വൂഫർ എല്ലാം കൂടെ ഓടിച്ചിട്ട് പണിയാണ്. ആ കുത്തിക്ക് എന്താണ് ചെക്ക് ചെയ്യുന്നത്? ഓണാകുമോ? ഓണാകുമോന്നല്ലേ? ഓ, എൻ്റെ വീട്ടിലാണ് കൂടെ ഉപയോഗിച്ചല്ലേ. ഇത് പിടിക്കണം. നമുക്ക് ആദ്യമായിട്ട് അല്പം ശീതള പാനീയം. രണ്ട് ഗസ്റ്റുകൾ വന്നാണ്. രണ്ട് ഗസ്റ്റുകൾ ഹോം തിയേറ്റർ ബ്ലൂറേ ടിവിയിൽ നന്നാക്കാനായിട്ട് വന്നതാണ്. നമുക്ക് അവരുമായിട്ടൊന്ന് പരിചയപ്പെടാം. ഞാൻ സാജു. സാജു എന്തെടുക്കുവാ? ഞാൻ ഷിപ്പിൽ വർക്ക് ചെയ്യാണ്. ഇപ്പം ലീവാണോ? എൻ്റെ പേര് അനീഷ് എന്നാണ്. ഞാൻ തിരുവനന്തപുരത്താണ് സ്ഥലം. അവിടെ കോടതിയിൽ വഞ്ചിയുടെ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. പിന്നെ എന്നാ പഠിച്ചിട്ടുണ്ട്? ഞാൻ MSW കഴിഞ്ഞതാണ്. ഏതാണ് ആദ്യം പഠിച്ചത്? ആദ്യം MSW കഴിഞ്ഞതിന് ശേഷമാണ് LLB കഴിയുകയും പിന്നെ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നത്. എന്നാ MSW വേണ്ടെന്ന് വെച്ചാൽ? അങ്ങനെയൊന്നുമില്ല. ഇതിലും രണ്ടും ഗുണം ചെയ്യും. കാരണം നമുക്ക് സമൂഹത്തെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി രണ്ടും ഗുണം ചെയ്യാറുണ്ട് സത്യത്തിൽ. വക്കീലിന്റെ ജോലി എന്ന് പറയുന്നത് ഒരു ഹെൽപ്പിംഗ് ആണ്. അതെ. കാരണം എന്ന് വെച്ചാൽ അവസാന വാക്കാണ് കോടതി എന്ന് പറയുന്നത്. പഠിച്ച സ്കൂളിൽ തന്നെ ടീച്ചറായിട്ടും ജോലി ചെയ്തു. അങ്ങനെ ഒരു അതെ, കുറച്ച് നാൾ ടീച്ചറായിട്ട് പോയിട്ടുണ്ട്. സോഷ്യൽ വർക്ക് തന്നെ. അതെ, അത് എന്നെ പഠിപ്പിക്കാനായിട്ട് ചാൻസ് കിട്ടി. അതെ. പിന്നെ പുള്ളിക്കൊരു യൂട്യൂബ് ചാനലും ഉണ്ട്. അതെ, ദി മൗണ്ടൻ സ്പാരോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ചാനലുണ്ട്. വേണ്ട വിധം വീഡിയോസ് ഒക്കെ പിടിച്ചിടാത്തുള്ള കുഴപ്പമുള്ളൂ. കാരണം തിരക്കുള്ളവർക്ക് എപ്പോഴും വീഡിയോ പിടിക്കാൻ പറ്റില്ല. യാത്രകൾ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ വീഡിയോ എടുക്കാൻ സാഹചര്യം കിട്ടിയിട്ടില്ല. ഓക്സിജന് കൊടുക്കാം, പെൻഡ്രൈവ് കൊടുക്കാം, പെൻഡ്രൈവ് കൺട്രോൾ ചെയ്യാം, ബ്ലൂടൂത്തും കണക്ട് ചെയ്യാം. കൊടുക്കാന്നേ. നമുക്കിങ്ങനെ ഓരോരുത്തരോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഞാൻ യൂട്യൂബിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ഒന്ന് കയറി എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വിളിക്കുക, ഗൂഗിൾ പേ പൈസ ഇടുക, അഡ്രസ്സ് ഇടുക, സാധനം അയച്ചു തരാം. ഓക്കെ. അത് ഒന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഈ ഫാൻ ഒന്ന് ഓഫ് ചെയ്തോട്ടെ, അപ്പോൾ ഇതിൻ്റെ എരപ്പൊന്ന് മാറും. അപ്പോൾ രണ്ട് വിശിഷ്ടാതിഥികൾ ഇപ്പോൾ കടയിൽ വന്നപ്പോൾ അവർ വളരെ പ്രൊട്ടക്ഷനുള്ള ആൾക്കാരാണ്, വളരെ കഴിവുള്ള ആൾക്കാരാണ്. അവരുടെ കഴിവ് അവർ ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് അവരെ ഒന്ന് കഴിവ് ഉപയോഗിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ശ്രമിക്കുകയാണ്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് 55 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ഈ പ്രായത്തിൽ, ഇവരുടെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് എത്ര വയസ്സായി? 41. 41 വയസ്സിൽ ഉള്ള ആളും അടുത്ത ആളേതാ? സെയിം ഒരേ പ്രായക്കാരാണ്. ഈ 41ാമത്തെ വയസ്സിൽ ഈ യൂട്യൂബ് തുടങ്ങിയിരുന്നെങ്കിൽ 41, 10, 51, ഒരു 10-15 വർഷം ഞാൻ യൂട്യൂബ് ചെയ്തിരുന്നത് ഞാൻ ആരായിരുന്നേനെ എന്ന് ഞാൻ ആലോചിക്കും. ഞങ്ങള് ഫ്രണ്ട്സാണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. അതെ, കളിക്കൂട്ടുകാരൻ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. +2 ഒരുമിച്ച് പഠിച്ച് അതിന് മുമ്പേ നമ്മൾ കൂട്ടുകാരാണ്. 2 സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. നേരത്തെ ഒരു അടുത്തടുത്തായിരുന്നു. അപ്പോൾ ഈ ഷിപ്പിൽ പോയാൽ ഒത്തിരി നാൾ കഴിഞ്ഞാണോ വരുന്നത്? 4 മാസം. 4 മാസം കഴിഞ്ഞ് 4 മാസം വെക്കേഷൻ. എവിടെയൊക്കെയാണ് പോകുന്നത്? ഞാൻ വന്നിട്ട് ഓഫ് ഷോറിലാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഖത്തറിലാണ്.
ആ ഓക്കെ. അപ്പോൾ എന്നാ ഇത് കൊണ്ടുവന്ന് എണ്ണ കൊണ്ടിരുന്നാണോ? അല്ല, ഈ റിഗും കാര്യങ്ങളൊക്കെ ഈ പ്രൊഡക്ഷനാണ്. ഓക്കെ. അതായത് ഓയിൽ പ്രൊഡക്ഷന്. ഓയിൽ പ്രൊഡക്ഷൻ്റെ അതെ, കപ്പൽ. നമ്മൾ സപ്ലൈ ആണ്, അവിടെ സപ്ലൈ വെസലിലാണ്. ഓക്കെ. അപ്പോൾ ഇവരെ വന്നപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടുത്തിയതാണ്. ഇവർ ടെൻ്റൊക്കെ അടിച്ച് യാത്രയൊക്കെ ചെയ്യുന്ന വലിയ താല്പര്യമുള്ള ആൾക്കാരാണ്. ഇവരുടെ ഒരു ചാനലുണ്ട്. ആ ചാനലിൽ ആവശ്യത്തിന് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ നോക്കി. ഇങ്ങനെയൊന്നും വീഡിയോ ഇട്ടാൽ പറ്റത്തില്ല. കുറച്ചും കൂടെ നല്ല വീഡിയോ ഇടണമെന്ന് ഞാൻ പറയാതെ. യൂട്യൂബിൻ്റെ സാധ്യത വലിയ സാധ്യതയാണ്. നല്ല വീഡിയോസ് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ആൾക്കാർ, നിങ്ങൾക്കാണെങ്കിലും കാണേണ്ട, ഇവർ വളരെ അഡ്വഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഇവർ ടെൻ്റ് അടിച്ച് കിടക്കുകയും മിക്കവാറും സമയം ഗ്യാപ്പ് കിട്ടുമ്പോഴെല്ലാം യാത്ര ചെയ്യുകയും ചെയ്യുന്നവരാണ്. അത് നമ്മളെ ഇവർ കാണിക്കുന്നില്ല. ഇവർ രഹസ്യമായിട്ട് അതെല്ലാം ആസ്വദിച്ച് അങ്ങ് പോവുകയാണ്. അപ്പം ഞാൻ പറയാം, ആ ആസ്വാദനം നിർത്തിയിട്ട് നിങ്ങൾ ആസ്വദിച്ചോളൂ, അതിൻ്റെ കൂടെ ഞങ്ങളെയും കൂടെ ഇതിന് ആസ്വദിക്കാൻ ഒരു അവസരം തന്നാൽ ഞങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങളെ വലിയ ആൾക്കാരാക്കി മാറ്റുന്നതായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ യാത്ര ചെയ്യുന്ന ഒരു വണ്ടിയുണ്ട്, നമുക്കതൊന്ന് പോയി കണ്ടാലോ ജിൻസി? ഇവർ വാ വാ നമുക്കത് പോയി കാണാം. ഇതാണോ ടെന്റ്? ഇതാണ് ടെന്റ്. ഇതൊക്കെ ഇതങ്ങ് മാറ്റി. ഈ കുഞ്ഞു ടെന്റില് അതെ, വളരെ രസകരമായ ഒരു സംഭവമുണ്ട്. ഇവർ ഇന്നലെ രാത്രി, അല്ല ഇന്നലെ രാത്രി നിങ്ങൾ ഇവിടെ വന്നായിരുന്നല്ലേ? ഇന്നലെ രാത്രി ഇവിടെ വന്നു. 11:15 കഴിഞ്ഞു. വല്ല കള്ളന്മാരാന്ന് പറഞ്ഞ് ആരും പിടിക്കാഞ്ഞു നന്നായി. ആ എന്നെ വിളിച്ചു, എടുത്തില്ല. ആ അത് പക്ഷെ ഞാനത് വരെ എന്തെങ്കിലും തിരക്കുകളാണെങ്കിലും എടുക്കാതിരിക്കാറുള്ളൂ സാർ. എന്നിട്ട് ഈ ടെൻറ്റുമായിട്ട് ഇത് കണ്ടോ ജിൻസി, ടെൻ്റൊക്കെ പുറകെ വെച്ച് കെട്ടിയാ ഇവിടെ എങ്ങനെയും കിടക്കാൻ വേണ്ടി, ലോഡ്ജൊന്നും എടുക്കണ്ടല്ലോ. ലാഭമാണല്ലോ. അപ്പോൾ ഈ വണ്ടിയുടെ കേസ് പറഞ്ഞു, ഇത് ഡീസൽ ബുള്ളറ്റാണ്. ഇത് ഡീസൽ ബുള്ളറ്റ് ഇപ്പോൾ ഇറങ്ങുന്നില്ലാത്ത, വളരെ മൈലേജ് ഉണ്ട്, പക്ഷെ പവർ കുറവാന്നാണ് പറഞ്ഞത്. ഇത് എത്ര CC ഇത്? ഇത് 350 cc ആണ്. 350 തന്നെയാ? അത് അറിയില്ല, കറക്റ്റ് അറിയില്ല. ആ അല്ല, ഇവിടെ എഴുതിയിട്ട് കാണുമല്ലോ. ഇത് അതിന് 350 എഴുതിയാൽ 350 തന്നെയാ. ആ എഞ്ചിൻ വലിയ എഞ്ചിനാ അല്ലേ? അതെ. സാധാരണ ബുള്ളറ്റിന് അത്ര കവറിങ്ങും എല്ലാം ഉണ്ട്. 99 മോഡലാണ്. 99. റോയൽ എൻഫീൽഡിന്റെ തന്നെയാണ് ഈ വണ്ടി. ടാറസ് എന്ന് പറയുന്ന എഞ്ചിനാണ് അവരുടെ. ഇതിനിപ്പം സ്പീഡ് കുറവാണ്, വലിവ് കുറച്ച് കുറവാണ്, പക്ഷെ മൈലേജ് നല്ല മൈലേജ് ഉണ്ട്. 50 കിട്ടുമോ? 50 അല്ല, ഏകദേശം 70ഓളം. 70 മൈലേജ് കിട്ടുമെങ്കിൽ ഭയങ്കര മൈലേജാ. അതെ, നമ്മുടെ ബാറ്ററി വണ്ടി കൊണ്ടുപോകുന്ന പോലെ തന്നെ യാത്ര ലാഭമാണ്. അപ്പോൾ അവരെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ. പുള്ളിയുടെ ചാനലൊക്കെ ഇടണമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട്. ആ നല്ല വണ്ടി, അത് വെറൈറ്റി അല്ലേ? സാധാരണ ഇവിടെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നല്ലോ കുഞ്ഞു, ഇവിടെ ഒരു പുള്ളി ഇന്ന് ബുള്ളറ്റ് അല്ല വന്നു. ആ കടയിലെ പുള്ളിക്ക് ഒരു ബുള്ളറ്റ് ഉണ്ട്. അപ്പം ഇനി പുതിയ ചാനലുകളൊക്കെ നല്ല രീതിയിലാക്കുക, മനസ്സിലായില്ലേ? വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ. ട്രോൺ വരെ മേടിച്ച് വെച്ചിട്ട്. ട്രോൺ DJയുടെ ട്രോൺ ആണോ? അതെ അതെ, ആ DJയുടെ ആണ് വേൾഡ് ഫേമസ് ട്രോൺസ്. മിനി ആണോ? മിനി. അതെ, മിനി. പക്ഷെ സാർ അതിന്റെ കാനഡയിൽ നിന്ന് ഒരു ഫ്രണ്ട് വഴി വാങ്ങിയതാണ്. പക്ഷെ അതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നില്ല. അതൊരു പ്രശ്നമുണ്ട്. അത് എവിടെ നന്നാക്കുമെന്ന ഒരു ഐഡിയ ഇല്ല. DJയുടെ സർവീസ് സെന്റർ ഉണ്ടല്ലേ? തൊടുപുഴയുണ്ട്. തൊടുപുഴ. ഓക്കെ, തീർച്ചയായിട്ടും തൊടുപുഴ സർവീസ് സെന്റർ കൊടുത്താൽ അവർ ചെയ്തു തരും. ഓക്കെ, അടിച്ചു നോക്കിയാ DJ സർവീസ് അവർ സെയിലും ചെയ്യുന്നുള്ളത്. ഓക്കെ. അങ്ങനെ കംപ്ലൈന്റ് വരേണ്ട കാര്യമില്ല. അത് ഒത്തിരി പേര് മേടിക്കുന്ന ഒരു ട്രസ്റ്റഡ് ബ്രാൻഡ് ആണ്. അവരുടെ എല്ലാ സാധനവും തന്നെ നല്ലതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. നമുക്കങ്ങനെ ഇവരെ ഒന്ന് പരിചയപ്പെടുത്തി. ഉണ്ടോ, വെറൈറ്റി ആണ് ആ എഞ്ചിനും കാര്യങ്ങളും ഒക്കെ. ഫ്രണ്ടിൽ നിന്നും നമ്പർ വരും, വേണ്ട. ഓക്കെ, ബാ. ഇനി ബാക്കി കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇവരെ നമുക്ക് വിട്ടേക്കാം. ഇവർ ഇന്നലെ പാവങ്ങളിലാണ്. രാത്രിയെ 12 മണിക്ക് തുറന്നിരിക്കുമെന്ന് ഓർത്ത് വന്നതാണ് ഇവര്. അത് അവർ ഗൂഗിളിൽ നോക്കിയപ്പം അങ്ങനെ കണ്ടു. അങ്ങനെ വരുമ്പോൾ ഒന്ന് വിളിച്ചേച്ച് വന്നാൽ മതിയായിരുന്നു. ഞാൻ ഇവളെപ്പോഴും എന്നോട് പറയും വർക്കിംഗ് ടൈം മാറ്റി ഇടണമെന്ന് ഇതിനകത്ത് കിടക്കുന്നത്. അതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇതെല്ലാം കണ്ടന്റാണ്. ആണ്. അപ്പം നിങ്ങൾ ഇന്നലെ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നുള്ളൂ. ഞങ്ങൾ ഇതുമായിട്ട് വന്നു. അതാണ് കട രാത്രി 11 മണി വരെ ഉണ്ട്, 12 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ വന്നതാണ്. ജംഗ്ഷൻ പോലെ ആ. പള്ളിയുടെ കുരിശടിയൊക്കെ ഉള്ള സ്ഥലം. ഇവിടെ നിന്ന് ഒരു 2 അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. മുണ്ടക്കയത്തിന് പോകുന്ന വഴിക്കാണോ ഈരാറ്റുപേട്ട പോകുന്ന വഴിക്കാണോ? അതി ദൂരമല്ല, ഇവിടെ നിന്ന് ഒരു നേരെ പോവാണെങ്കിൽ 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ. ആ. എന്നിട്ട് എവിടെ ടെൻ്റ് അടിച്ചു? ആ ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റോപ്പിനകത്ത് ആ വെയിറ്റിംഗ് ഷെഡ്. വെയിറ്റിംഗ് ഷെഡിനകത്ത് അതിനകത്ത് ടെൻ്റ് അടിച്ച് കിടന്നു. ആരും ശല്യമൊന്നും ചെയ്തില്ല. ഇല്ല. ഇവിടെ പിന്നെ അധികം പട്ടികളില്ലാത്തതുകൊണ്ട് ചില ഏരിയയിലൊക്കെ പട്ടികളുണ്ട്. അതെ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രശ്നമാണ്. നമുക്കിവിടെ അധികം അങ്ങനെ പട്ടികളില്ലെന്ന് തോന്നുന്നു. ബുദ്ധിമാന്മാരായ ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ പട്ടികളുടെ എണ്ണം കുറയും. അല്ല, ഇവിടെ ഞങ്ങൾക്ക് അവിടെ പട്ടികളുണ്ട്. ഇല്ല. ഇവിടെ പട്ടികളുണ്ട്, നല്ല ബുദ്ധിയുള്ള പട്ടികളാണ്. തെരുവ് പട്ടികളില്ല. തെരുവ് പട്ടികളാണ് നമ്മൾ ഉദ്ദേശിച്ചത്. തെരുവട്ടികൾ എന്ന് വെച്ചാൽ ആരോഗ്യം ഇല്ലാത്ത പട്ടികളുണ്ട്, പക്ഷെ അവര് മാന്യമായിട്ട് പെരുമാറുന്നവരാ. അതെ അതെ. കാരണം ഇവിടെ നോക്കി നിന്ന് ഇവിടെ ക്രോസിംഗ് ഉണ്ടല്ലോ, ഉം. അത് വണ്ടി കിടന്ന് ആ ഒരു വീഡിയോ എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ സീബ്ര ലൈനിൽ കൂടെ ആൾക്കാർ കടന്നു പോകുന്ന പോലെ നോക്കി കടന്നു പോകുന്ന പട്ടിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു ഇതില് നടക്കുന്ന ഒരു പട്ടിയാണ്, പക്ഷെ പുള്ളി ഇങ്ങനെ നോക്കി നോക്കി നിന്നിട്ട് വണ്ടി നിന്നില്ലെങ്കിൽ സീബ്ര cross ചെയ്ത് എല്ലാം ബുദ്ധിയാന്ന് ഓർത്തോ. അതെ അതെ. സാധാരണ പട്ടി വഴിയിൽ വണ്ടി കയറി ചത്ത് കിടക്കുന്നല്ലേ നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള പട്ടികളും ഉണ്ട്, തെരുവ് പട്ടികളും ഉണ്ട്, മനുഷ്യരെ ഉപദ്രവിക്കുന്ന പട്ടികളുണ്ട്, ഉപദ്രവിക്കാത്ത പട്ടികളുണ്ട്. ചില സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഒത്തിരി പിള്ളേരെ കടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞു. പട്ടിയെ കൊല്ലുന്നതെല്ലാം കുഴപ്പമാണെന്നൊക്കെയാണ്. നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അതൊക്കെ ഇന്ത്യയിലെ രാജ്യത്തിൻ്റെ നിയമം. ഒരു കാര്യമുണ്ട്, നമ്മള് വേറെ പോകുമ്പോൾ തന്നെ നമ്മള് നേരെ കരച്ചോട്ട് ചാടുന്ന വണ്ടിയുണ്ട്. വണ്ടിയുടെ ഈ എറണാകുളം സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തെരുവ് പട്ടികളാണ്. നമ്മളെ കാറിനെ കടിച്ചു തിന്നാൻ പറ്റും അവന്മാർ. അപ്പോൾ ബൈക്കിൽ പോകുന്നതിൻ്റെ അവസ്ഥ എന്നാ? തിരുവനന്തപുരത്തുണ്ട് ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഇപ്പോൾ ബുള്ളറ്റ് സ്പീഡും കുറവ് വലിയും കുറവാണെങ്കിൽ പട്ടി കാല പിടിച്ച് വലിച്ച് താഴെ ഇടും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അടുത്തൊരു കുന്നിന്റെ മുകളിൽ കയറി ടെന്റ് അടിച്ച് കിടക്കാനുള്ള ഐഡിയ ഇട്ടതാണ്, പക്ഷെ ടയർ കയറുന്നില്ല. അവസാനം വളരെ ഞാൻ ബുദ്ധിമുട്ട്. ഇറങ്ങി ചാടി ഇറങ്ങിയിട്ട് തള്ളാണ്ടി വന്നു. തള്ളി കയറേണ്ടി വന്നു. അതിനുശേഷം നമ്മൾ പിന്നെ താഴെ ഏതൊക്കാരും ബുള്ളറ്റുകാര് ഡീസൽ വണ്ടി നിർത്തി നന്നായി. 99 നിർത്തി ലാസ്റ്റ് വണ്ടി. നമ്മുടെ ബാക്കിൽ നിന്ന് ആരും അങ്ങനെ വരാൻ ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര പുകയാണ്. അവര് ഉറപ്പായിട്ടും ഓവർടേക്ക് ചെയ്ത് കയറി പതുക്കെ വണ്ടി പോകും. എന്നിട്ട് അവർ നമ്മൾ ഇങ്ങനെ ഒരു തോട്ടം എവിടെ നിർത്തോണ്ട് വന്നേടേ ഇത് സാധനം എവിടുന്ന് കിട്ടിയടാ ഇത് അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ മേടിക്കാം. പക്ഷെ ബുള്ളറ്റ് യാത്ര ചെയ്ത് ബുള്ളറ്റിന്റെ സുഖം അനുഭവിച്ച ഒരാൾക്ക് ഇലക്ട്രിക് സ്കൂട്ടറിലൊന്നും ഇതൊരു ഡിഫറെന്റ് ആണ്. ഇങ്ങനെ ഈ വണ്ടി അങ്ങനെ പലരും നോക്കാറുണ്ട്, ഇതെന്ത് ടൈപ്പാണ്. അതെ അതെ. അല്ല, അതിന് ഇച്ചിരി വലി കൂട്ടാനൊന്നും സംവിധാനം ഇല്ല. അതിന് നോക്കുന്നുണ്ട്. ഇനി അടുത്ത് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പറ്റുമായിരിക്കും. അത് കാർബണൊക്കെ കുത്തി കളഞ്ഞേ കുറച്ചുകൂടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല. ഇവിടെ പിന്നെ ഒത്തിരി മലകളൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയ മലകളുണ്ട്. മലയുടെ മണ്ടയിലൊക്കെ പോയി കിടങ്ങിയാൽ പാമ്പും കണ്ട് ജീവികളൊക്കെ കാണുകയില്ല. കുറച്ച് നിങ്ങൾ കിടന്ന സ്ഥലം തന്നെ സേഫ്. ബസ് സ്റ്റാൻഡ് ആകുമ്പോഴത്തേക്കും പിന്നെ ആരും തന്നെ വരികയില്ല. എന്നാലും നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു, നിങ്ങൾ ആൾക്കാർ മിടുക്കന്മാരാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ട്രാവൽ ചെയ്യാം. നിങ്ങളുടെ ട്രാവലിങ് വീഡിയോ നിങ്ങൾ നല്ലപോലെ പിടിച്ചിടുക, നല്ല യൂട്യൂബറായി മാറുക, അത്രേ ഉള്ളൂ. അത് എൻ്റെ ഒരു ഉപദേശം. താങ്ക് യു. തീർച്ചയായിട്ടും നല്ലൊരു ഉപദേശമാണ്. ഇന്ന് നമ്മൾ വാഗമൺ പോകാനായിട്ട് ഒരു ഐഡിയ ഉണ്ട്. വാഗമൺ പോകുന്ന വാഗമൺ പിടിക്കുക. വാഗമൺ നല്ല സ്ഥലമാണ്. ആക്ച്വലി ഇന്നലെ 12 AM അല്ലേ ടൈം. അപ്പൊ ഇവിടെ കൊടുത്തിട്ട് നേരെ വാഗമൺ റൂട്ട് പകുതി പോകാന്നായിരുന്നു. എന്നിട്ട് വഴിയിൽ എവിടെയാണെങ്കിൽ ടെന്റ് അടിച്ച് കിടന്നിട്ട് രാവിലെ അങ്ങനെ. ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് നിയമം അനുസരിച്ച് മാക്സിമം 10 മണി വരെ കട നടത്താൻ പറ്റുള്ളൂ. 10 മണി കഴിഞ്ഞ് ഏത് കടയും ക്ലോസ് ചെയ്യണം. 12 മണി വരെ 1 മണി വരെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. വക്കീലിന് അറിയത്തില്ല നിയമം. അല്ല, എന്നോട് പറഞ്ഞു അവർ ക്ലോസ് ചെയ്ത് പൊക്കാണ്, ചിലപ്പോൾ ബൈ മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, വർക്ക് ഒരുപാടുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ എക്സ്ട്രാ ചിലപ്പോൾ 12 അത് ഞങ്ങൾ ചിലപ്പോൾ ഇരിക്കാറുണ്ട്. വിളിച്ചു പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു. രാവിലെ തിരിച്ചാ പോരെ. ഒത്തിരി കൂട്ടുകാരായിട്ട് കൂടുന്നത് വീട്ടിൽ സാധാരണ കാരണന്മാർക്ക് ഇഷ്ടമല്ല, ഭാര്യമാർക്കും ഇഷ്ടമല്ല അല്ലേ. എന്നാലും അവരെ കൊണ്ടുപോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഈ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ഛർദ്ദലൊക്കെ ഉള്ളത് കൊണ്ട് അതാണ് നമ്മുടെ ഒരു ഭാഗ്യവും. അത് പറയുമ്പോൾ ചെറുതായിട്ടൊന്നാണ്. പണ്ട് നമ്മൾ കൂട്ടുകാരൊക്കെ വന്നു കഴിയുമ്പോൾ വീട്ടിലോട്ട് കയറി വന്നാൽ
പ്രശ്നമായതുകൊണ്ടേ അതെ. പുറത്ത് വന്ന് ഇടവഴി വന്ന് നിന്ന് പൂച്ച കരയുകയും പട്ടി കരയുകയും ഒക്കെ ചെയ്താണ് നമ്മൾ അവർ വന്നിട്ടുണ്ടെന്നുള്ള വിവരം അറിയുന്നത്. ഇപ്പം മൊബൈലില്ലല്ലോ. ഇന്ന് പിന്നെ മൊബൈലുണ്ട്, എല്ലാവർക്കും മെസ്സേജ് അയച്ച് എല്ലാവരെയും അറിയിക്കാം. അതെ. ഇതിപ്പോ വിഷയമാണ് എനിക്ക്. ഏ ടെന്റൊക്കെ കാണുമ്പോഴേ പ്രശ്നമാ. വീട്ടിൽ കയറി 2 ദിവസം കഴിഞ്ഞിടാം. 2 ദിവസം കഴിഞ്ഞിടാം വീഡിയോ. അല്ലെങ്കിൽ അതെ, ഒന്ന് തണുത്തിട്ട് ഇന്ന് വീട്ടിൽ കയറ്റൂല. അല്ല, വീഡിയോ വൈകിട്ടോ നാളെ അല്ലേ ഇടുകയുള്ളൂ. അത്തേക്കും വീട്ടിൽ കയറിയല്ലേ. ഇന്ന് വാഗമൺ കണ്ടിട്ട് വൈകുന്നേരം വീട്ടിൽ ചെല്ലിയല്ലേ. അതെ, എന്തിരിക്കും വൈകുന്നേരം. വാഗമൺ അധികം ദൂരമല്ല, ഇവിടെ നേരെ ഈരാറ്റുപേട്ട വാഗമൺ. ഓക്കെ, ഈസി. എളുപ്പമല്ലേ ഈരാറ്റുപേട്ട വഴി പോകാം, പീരുമേട് വഴി പോകാം. എത്ര കിലോമീറ്റർ ആണ് സാർ? ഒരു 15-30 കിലോമീറ്റർ. ഓക്കെ. പക്ഷേ വഴി നല്ലതാണ്. വഴി ഇല്ലെങ്കിലും പതുക്കെ ഞാൻ കയറി പൊക്കോളും. വണ്ടി ഏത് വണ്ടിയും കയറി പോകും. ഓക്കെ. ചില കയറ്റമാണ്. പക്ഷേ റോഡെല്ലാം നല്ലപോലെ ക്ലിയർ ചെയ്തതാണ്. ഓക്കെ. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൽ പോകുമ്പോൾ ശരിക്കും ബൈക്കിൽ തന്നെയാണ് വാഗമണ്ണ് പോകുന്നവർ പോകേണ്ടത്. പക്ഷേ ഓടിക്കുന്ന ആൾക്ക് ചില ശ്രദ്ധ വേണം. കാരണം കൊക്കയാണ്, മൊത്തം കൊക്കയാണ്, 2 സൈഡും കൊക്കയാണ്. ചിലയിടത്ത് ഒരു സൈഡേ ഉള്ളൂ, ചിലത്. പക്ഷേ കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര കാഴ്ചകൾ. അപ്പോൾ വണ്ടി ഒന്ന് നിർത്തിയിട്ടൊന്ന് കണ്ട് പോയാൽ മതി. നിങ്ങൾക്കാകുമ്പോൾ പിന്നെ സ്പീഡൊന്നും ഇല്ലാത്തതുകൊണ്ട് പതുക്കെ ഓടിച്ച് തന്നെ അങ്ങ് കണ്ടുപോകാം. 40 കിലോമീറ്റർ സ്പീഡിലേ പോകും. അപ്പോൾ പതുക്കെ അങ്ങോട്ട് ഇറങ്ങി പോകാം, നമുക്ക് സുഖമായിട്ട് അവിടെ ചെല്ലാം. അല്ലെങ്കിൽ നമ്മൾ മിക്ക ദിവസം വൈകുന്നേരം നടക്കാറുണ്ട്. അപ്പൊ ഇത് എക്സസൈസ് ഇതാണ്, തള്ളാനായിട്ട്. അവിടെ ഒരു പൈൻ കാർഡ് ഉണ്ട്, പൈൻ കാർഡ്. അവിടെ പോയിട്ടില്ലേ? അതാണ് അവിടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ അവിടെ കുറേ എന്നാ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. ഓപ്പൺ ആയി, പിന്നെ ശരിയാക്കി. ആദ്യം ഇടയ്ക്ക് ഇച്ചിരി ഓപ്പൺ ആയിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ക്ലോസ് ചെയ്തായിരുന്നു. ഇപ്പോൾ വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. അവരെന്തോ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ക്ലോസ് ചെയ്തതാണ്. പിന്നെ വേറെ ഏതാണ്ടൊക്കെ ഒത്തിരി ആക്ടിവിറ്റീസ് ഇപ്പോൾ വാഗമണ്ണിലുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഈ ഓഫർ ഈ ടൈമിൽ പോകുന്നതാണ് നല്ല വാഗമണ്ണ്. അവിടെ ആൾക്കാർ കുറവായിരിക്കും, നമുക്ക് നല്ല സുഖമായിരിക്കും. മറ്റേന്ന് പറഞ്ഞാൽ നല്ലൊരു സ്പെഷ്യൽ ദിവസമൊക്കെ ദിവസമൊക്കെ വാഗമണ്ണിൽ ചെന്നാൽ വണ്ടി പോലും മണ്ട കയറി ചെല്ലില്ല. ഇതുപോലെ ആളാണ്, ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നല്ല ടൈമാണ്. ഇന്നിപ്പം നമ്മുടെ വിദേശത്തു നിന്ന് വന്ന ആൾക്കാരെല്ലാം തന്നെ പോയി തുടങ്ങി. വലിയ ചൂടൊന്നുമില്ല. വിദേശത്ത് മഴ പെയ്തുകൊണ്ട് എറണാകുളത്തൊക്കെ മഴ പെയ്തുകൊണ്ട് ചെറിയ ചാറ്റിലുണ്ടായിരുന്നു, പക്ഷെ രക്ഷപ്പെട്ട് മഴയില്ലേ. അല്ല, ഞങ്ങളിവിടെ നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പെയ്ത് പോയി. പക്ഷെ ആ ടൈമിൽ എറണാകുളത്ത് ഭയങ്കര മഴയായിരുന്നു. നമ്മൾ വരുന്ന വഴിക്ക് ഇടയ്ക്ക് കുറച്ചൊക്കെ മഴ ഉണ്ടായിരുന്നു, അങ്ങനെ വലിയ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വർക്കിലേക്ക് പോവാം. ഇവരെ വിട്ടേക്കാം. ഇവരിനി വാഗമണ്ണിൽ ചെല്ലേണ്ടതല്ലേ, വെയിലധികം ഉറയ്ക്കുന്നതിന് മുമ്പ്. അപ്പോൾ കണ്ടതിലൊക്കെ സന്തോഷം. ഇനി അടുത്ത പുതിയ ചാനലുകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ 4K തന്നെ വീഡിയോ ചെയ്തിട്ട് ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെ ഇട്ട് തുടങ്ങിയാൽ മതി. അത് ആ സ്റ്റുഡിയോ വഴിയേ 4K അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ ഒരു ബുള്ളറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നൊക്കെ വീഡിയോ ഒക്കെ എടുത്തു. നീ അപ്പോൾ എല്ലാ സാധനവും മറക്കാതെ എടുത്തോണം. കളയരുത്. ഫോണും എടുത്തു. ചാർജർ അത് സ്ഥിരമായിട്ട്. പവർ ബാങ്ക് വേണേൽ പവർ ബാങ്ക് തരാം സോണിയുടെ. ഉണ്ട്. ഈ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പവർ ബാങ്ക് ഉണ്ടെങ്കിൽ കുത്തി പോകാമല്ലോ. അപ്പോൾ നിങ്ങളെ യാത്രയാക്കുന്നു. ഞാനത് നോക്കിയിട്ട് വിളിക്കാം. ശരിക്കും ഹലോ പറഞ്ഞോ. പറഞ്ഞോ. അതെ. സബ്ബൂഫർ പൈസ ആയിട്ട് എന്നാൽ കൊറിയർ അയച്ചു തരാം. 5,990. സബ്ബൂഫർ. ഓക്കെ. അതൊരു ഇച്ചിരി ടൈം തരുവാണേലേ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് നേരത്തെ വന്ന നേരത്തെ വന്ന ഒത്തിരി സെറ്റുകളെ സഭയുടെ നിരന്തരമായ
കുഴപ്പങ്ങൾ കാരണം, കംപ്ലൈൻറ്റ് കാരണം പണി പകുതി വഴി ഇട്ടുപോയ സെറ്റാണ്. അതിൻ്റെ ബാക്കി പണിയിലേക്ക് നമ്മൾ കയറുവാണ്. ഒരു സ്പീക്കർ വെക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു കുഞ്ഞ് സ്ക്രൂവും കൂടെ ഇടാനുണ്ട്. രണ്ട് സ്പീക്കർ ആയതുകൊണ്ട് അടിപൊളി സ്പീക്കറൊക്കെ വെച്ചിരിക്കുന്നത്. 12 വാട്ട്സ് സ്പീക്കറാണ്. 12 വാട്ട്സ് ഡബിൾ മാഗ്നറ്റ് സ്പീക്കറൊക്കെയാണ്. 12 വാട്ട്സ് ഒക്കെ നല്ല ക്വാളിറ്റിയാണ്, കുഴപ്പമില്ല. നല്ല സൗണ്ടൊക്കെ കിട്ടും. അപ്പോൾ സോണി അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ നല്ല ഒരു രീതിയാണ് അവലംബിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് എനിക്ക് വന്നിട്ടുണ്ട്. ഈ സ്പീക്കർ ഇട്ടത് ഈ സ്പീക്കർ ഇങ്ങോട്ടും ഈ സ്പീക്കറിനെ ഇങ്ങോട്ടും ഞാൻ മാറ്റുന്നതായിരിക്കും, വയറിൻ്റെ നീളം വെച്ച്. ഓക്കെ, ഇപ്പം ശരിയായി. അയ്യോ, ഒരു സെൻറ്റും കൊണ്ട് ഒരാൾ വന്ന എൻ്റെ പൊന്നോ. ഇത് നമ്മുടെ വൈഫൈയുടെ സ്ട്രിപ്പാണ്. അതിന് നമുക്ക് വിശദമായിട്ട് കുത്തണം, അല്ലെങ്കിൽ അത് കറക്റ്റ് വർക്ക് ചെയ്യാൻ വരും. കറക്റ്റ് കയറി ലോക്ക് സിസ്റ്റമാണ്, അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഉണ്ട് ആ സാധനം. പിന്നെ സ്ക്രൂ ഇട്ടാൽ മതി. ഓക്കെ, അതിൻ്റെ ഇടയിൽ കൂടെ വന്നു. ഒന്നുകൂടെ ഞാൻ നോക്കട്ടെ, അത് ഞാൻ ഇട്ടത് ശരിയാണോ എന്ന്. ഓക്കെ, സംഗതിയൊക്കെ ശരിയായിരുന്നു. രണ്ട് സ്റ്റീൽ സ്ക്രൂ ആണ് അവിടെ വരുന്നത്, മെറ്റലിലേക്കാണ് വരുന്നത്. ആ പണി കഴിഞ്ഞു.
അത് കുത്തി ഇത് കുത്തി എല്ലാം കുത്തി. ഇനി കവർ എടുത്തിട്ടാണ്. അതിന് മുമ്പ് കവറൊന്ന് ക്ലീൻ ചെയ്യുക. അതെല്ലാം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പാലിൽ വേണം. പാലിൽ മാറണമെന്ന് പറഞ്ഞില്ലേ? തുണി തന്നെ. എടാ, ഇത് 24 ടി വി. സ്പീക്കർ മാറിയപ്പോൾ ഇങ്ങനെ ആയി എന്നാണ് അവർ പറയുന്നത് അല്ലേ? എന്ത് ജനിച്ചി? സ്പീക്കർ സോണയുടെ 24 ടി വി ആണ്. 24 ടി വി. പാനൽ കംപ്ലൈൻ്റ് ആണ്. മൊത്തം ലൈനാണ്, മൊത്തം ലൈൻ. പാനൽ ഫുള്ളായിട്ട് മാറിയാലേ ശരിയാവുള്ളൂ. പിന്നെ വോളിയം കൂടിയും കുറഞ്ഞും വരുന്നു. അത് ശരി. ഒന്നുമില്ല. വന്നു വീഡിയോ പടം എടുത്ത് കൊടുക്കാം. DVD പ്ലെയർ വെച്ച് സ്ക്രൂ അഴിക്കുക പെട്ടെന്ന് അഴിക്കൂ. സ്ക്രൂ അഴിച്ചു കഴിഞ്ഞു പോരെ. സ്ക്രൂ അഴിച്ചു കഴിഞ്ഞു. പണികളാണ്. ടി വി, സൗണ്ട് ബാർ, സബ് വൂഫർ എല്ലാം കൂടെ ഓടിച്ചിട്ട് പണിയാം. ഓക്കെ. സ്കൂട്ടർ
എനിക്ക് 24 വോൾട്ട് സപ്ലൈ തരുമ്പോൾ ആ കുത്തിക്ക് എന്താണ് ചെക്ക് ചെയ്യുന്നത്? ഓണാകുമോ? ഓണാകുമോന്നല്ലേ? ഓ, ഒരിക്കൽ മീറ്റർ ഇഞ്ഞെടുത്തോ, മീറ്റർ ലെൻസ് കൂടെ ഇങ്ങനെ ലെൻസ് നീ കുത്തിക്കുക, കറണ്ട് കുത്തിക്കുക, ഓട്ടയം നോക്കിക്കോട്ടെ. മഴ പെയ്യുന്നു. ഓട്ടയം ഉണ്ട്. മറുപടി പോയാ ഓട്ടയം ഉണ്ട്. മദർ ബോർഡ് പോയി. ഓക്കെ, മീറ്ററാണ് കൂടെ ഉപയോഗിച്ചല്ലേ. പകരത്തിന് പകരം ഇതേ എന്തോ വെള്ളം എന്തോ ഇത് കണ്ടോ, എന്തോ അവിടെ കയറി ഉരുകി അല്ലേ ഒരു കറുപ്പ്. അതെയോ? ഗ്ലൂ ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ. കറുത്ത ഗ്ലൂ അവിടെ വീഴ്ചിരിക്കുന്നതായിരിക്കും അല്ലേ. ഓക്കെ, എവിടെയാണ് കാണിക്കാവേ. അത് കറുത്ത ഗ്ലൂ ഒത്തല്ല. ഇടി ഇടി ഇടി, മഴ മഴ. അതിൻ്റെ അടിയിലിരിക്കുന്ന സാധനം അതുകൊണ്ടൊന്നില്ലേ? അതേ ജോബ് നമ്പറുള്ള സാധനം അത് 27. ആ, മറ്റേതും കൂടെ എടുത്തോണ്ട് പോവാ. ഇത് തൽക്കാലം ഇവിടെ നിലത്ത് വെക്ക, ഇതിനകത്ത് അവിടെ എവിടെ അതിൻ്റെ മുകളിൽ വല്ലതും വെച്ചിട്ടോ. ആരോ നോക്കിയതാണ്. ഓട്ടയുണ്ട്, മനസ്സിലായില്ലേ. മദർ ബോർഡ് പോയതാണ്. കുത്തിക്കും. ഒരു ശബ്ദം കേട്ടില്ലല്ലോ. ചുമ്മാ പറഞ്ഞ് പറ്റിക്കുക ശബ്ദം കേട്ടെന്നൊക്കെ അല്ലേ. ടി വി അയച്ചു. ഇല്ല, നമ്മൾ തിരിച്ചു വിടുമ്പോൾ സ്ക്രൂ ഇട്ട് വരണേ. ഇടി മുഴങ്ങുന്നു. നമ്മൾ LCB ഉണ്ട്, അതല്ലേ, പേടിക്കണ്ട. അതിൻ്റെ പറഞ്ഞായിരുന്നല്ലോ കുറേ മാരത്തോൺ. അതിലൊരു മാരത്തോൺ TV LG LCD മൊത്തം എല്ലാം കുഴപ്പമാണ്. ഇടിവെട്ടുന്നു, ഇടിയും മഴയാണ് ഇവിടെ. ഇടിവെട്ടുന്ന സമയത്ത് സർവീസ് ചെയ്യുന്ന അപകടമാണ്. പുറത്ത് ഭയങ്കര ഇടിയും മഴ ആയതുകൊണ്ട് തൽക്കാലം സർവീസ് നിർത്തുകയാണ്. ഇടിവെട്ടുന്ന സമയത്ത് സർവീസ് ചെയ്യുന്ന അപകടമായതുകൊണ്ട്. അപ്പോൾ നാളെ കാണാം.
താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തേരെ, ലൈക്ക് അടിച്ചേരെ. താങ്ക് യു. നെറ്റ് അങ്ങ് ഓഫ് ആക്കിക്കാൻ